നമസ്കാരം. ഡി ഫോക്കസിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരുടെ അവധി ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കണമെന്നും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നുമുള്ള ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇതാണ് ഇന്ന് ഡി ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എൻ രവികുമാർ, സുന്ദരരാജൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് DV വിനു, വിവരാവകാശ പ്രവർത്തകൻ തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായരെയും നമ്മൾ ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പേ തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ അവധി ദിനങ്ങൾ ചുരുക്കണമെന്നായിരുന്നു ശമ്പള പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CS രാമചന്ദ്രൻ നായരുടെ നിർദ്ദേശം. തൊഴിൽ ദിനങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശങ്ങളെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പരിഹസിച്ചു തള്ളി. സർവീസിലിരുന്നപ്പോൾ അനുവദനീയമായ മാസങ്ങൾ നീണ്ട അവധി തന്നെ ആവോളം ആസ്വദിച്ച് ഉപയോഗിച്ച ആളാണ് ഇപ്പോൾ ജീവനക്കാരുടെ അവധി വെട്ടിക്കുറക്കണമെന്ന് പറയുന്നത്. ജീവനക്കാരുടെ വീടുകളിൽ ചെന്നോ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ സംഘടനാ പ്രവർത്തനം നടത്തണമെന്നും എന്ന് പറയാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാമചന്ദ്രൻ നായരുടെ അഭിപ്രായങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു VSന്റെ വിമർശം. വഴിവക്കുകളിൽ പ്രകടനമോ യോഗമോ ഒന്നും നടത്താൻ പാടില്ലെന്ന് വിധിച്ചയാളാണ് അദ്ദേഹം. എൻഡോസൾഫാൻ തളിക്കുമ്പോൾ ആളുകൾ മാറി നിന്നാൽ അതുകൊണ്ടുള്ള കുഴപ്പമുണ്ടാകുകയില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞതാണ്. ശമ്പളം പരിഷ്കരിക്കാനുള്ള നീക്കത്തെ UDF സർക്കാർ അട്ടിമറിക്കുകയാണെന്നും VS ആരോപിച്ചു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ പ്രസ്താവനയ്ക്കെതിരെ ജീവനക്കാരുടെ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചേരുന്നു. ശ്രീ CN രാമചന്ദ്രൻ നായർ, സർക്കാർ ജീവനക്കാരുടെ അവധി ദിനങ്ങൾ നിയന്ത്രിക്കണം, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ചില നിയന്ത്രണം വേണം എന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷന് തോന്നാനിടയാക്കിയ സാഹചര്യം എന്താണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അധ്യാപകരും സംഘടനാ നേതാക്കളും അവധി ദിവസങ്ങളിൽ വേണം സംഘടനാ പ്രവർത്തനത്തിന് പോകാൻ. ജോലി വിട്ട് അവധി പ്രവൃത്തി ദിവസങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിന് പോകരുതെന്നാണ് പറഞ്ഞത്. ഞാനതിന് ഉറച്ചു നിൽക്കുന്നു. അത് ഒരു കാര്യശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അധ്യാപകരൊക്കെ ഗവൺമെന്റ് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ശമ്പള കമ്മീഷനോട്. അത് ശമ്പള കമ്മീഷന്റെ അതിന്റെ തീരുമാനങ്ങളൊക്കെ ആയിരിക്കുക, ഏകദേശം ആയിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്തായിരിക്കുകയാണ്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പഠിച്ചപ്പോൾ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട്. മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ സേവനം, പൊതുജനങ്ങൾക്ക് ആ സേവനം കൃത്യമായും കാര്യക്ഷമമായും ഉറപ്പാക്കേണ്ട കാര്യത്തിൽ കുറച്ചുകൂടി നല്ലൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായിട്ട് കമ്മീഷൻ റെഫർ ചെയ്തിട്ടുള്ള കാര്യമാണ് കാര്യശേഷി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ ഒക്കെ കാര്യശേഷി ഏത് രീതിയിൽ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ സർക്കാർ അങ്ങനെ ഒരു റെഫറൻസ് നടത്തിയിട്ടുള്ളത്. അത് ഗൗരവമായിട്ടെടുക്കേണ്ട കാര്യമാണ്. ഗവൺമെന്റ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ റെഫർ ചെയ്തേക്കുന്നതാണ്. കാര്യശേഷി വർദ്ധിപ്പിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും അധ്യാപകരുടെയും എല്ലാം. അതിലേക്ക് വേണ്ടി പല നിർദ്ദേശങ്ങളും കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് പ്രവൃത്തി ദിവസങ്ങൾ ഇനി കൂട്ടരുത്. ഇപ്പോൾ തന്നെ പ്രവൃത്തി ദിനങ്ങൾ കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. അത് ഇനി ഒരിക്കലും കുറഞ്ഞു പോകരുത് ഇനി. അത് മാത്രമല്ല, സംഘടനാ നേതൃത്വം തന്നെ ഇതിന്റെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് അതിന്റെ മാതൃകയായി മാറണം. പ്രവൃത്തി ദിവസങ്ങളിൽ ജോലിയിട്ട ആരും പോകരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ സംഘടനാ നേതൃത്വം അത് അവർക്കൊരു മാതൃകയായിട്ട് കാണിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. CN രാമചന്ദ്രൻ നായർ, തിരിച്ചു വരാം. അഡ്വക്കേറ്റ് DB ബിനു, ശമ്പള പരിഷ്കരണ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, സർക്കാർ ജീവനക്കാരുടെ അവധി ദിനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വേണം. മാത്രമല്ല, സംഘടനാ പ്രവർത്തനം ജോലി സമയത്താകാൻ പാടില്ല. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏത് സാധാരണക്കാരനും തോന്നാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരാവശ്യം. ഇത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടുകൂടി
ഒരു ശമ്പള കമ്മീഷൻ ചെയർമാൻ ഒരു റിട്ടയർഡ് ജഡ്ജ് നൽകിയിരിക്കുന്ന ഒരു ശുപാർശ അല്ലെങ്കിൽ നൽകാൻ പോകുന്ന ഒരു ശുപാർശ എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇത്രമാത്രം പ്രതികാര ബുദ്ധിയോടെ അല്ലെങ്കിൽ എതിർപ്പോടുകൂടി കാണുന്നത്? സാമാന്യ ബുദ്ധിയുള്ള ആരും സ്വാഗതം ചെയ്യുന്ന ഒരു നിർദ്ദേശമാണ് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലൂടെ ശുപാർശ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് എന്ത് കുഴപ്പമാണുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങണം എന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ആ പദവിയിലിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഡയസ്നോൺ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയത് അച്യുതമേനോൻ്റെ കാലത്തല്ലേ? ജോലി ഇല്ലെങ്കിൽ അവർക്ക് കൂലി കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന അത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. തൊഴിൽ ചെയ്യാതെ ശമ്പളം വാങ്ങുക പാടില്ല. നിങ്ങളെ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് ഔദ്യോഗികമായ കൃത്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ള സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സർക്കാർ ഓഫീസിൽ പല നേതാക്കന്മാരും നമുക്കറിയാം, പല നേതാക്കന്മാരും അത് അവിടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ തന്നെ തയ്യാറാകുന്നില്ല. എറണാകുളത്ത് അങ്ങനെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. നേതാക്കൾ അവർ പറയുന്നു ഞങ്ങൾ ഒപ്പുവെക്കാൻ തയ്യാറല്ല. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നേതാക്കന്മാർ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളുകളാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ അത്തരത്തിലുള്ള അവസ്ഥയല്ല. നല്ല ഒരു മാതൃകാ നേതൃത്വം ദൗർഭാഗ്യവശാൽ സർവീസ് രംഗത്തില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? നേതാക്കന്മാർ ഒരു വശത്ത് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അനുയായികൾ എങ്ങനെ പോകാതിരിക്കും? അവർക്ക് എന്ത് സാമൂഹ്യമായ പ്രതിബദ്ധതയാണുള്ളത് ഈ ജനങ്ങളോട്? എത്രയും നിയമങ്ങൾ ഇപ്പോൾ ഓഫീസിലെ പ്രവർത്തനങ്ങൾ സുഗമമായി കാര്യക്ഷമമായി നടക്കണമെന്നതുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് സേവനാവകാശ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ട് 3 വർഷം ആകുന്നു. എങ്ങനെ നമുക്കിവിടെ നടപ്പാക്കാൻ കഴിഞ്ഞു? ഈ സമയബന്ധിതമായി സേവനങ്ങൾക്ക് കൊടുക്കണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിഷ്കർഷിക്കുന്ന ഒരു നിയമം വന്നിട്ട് എന്തുകൊണ്ട് ഈ സംഘടനാ നേതാക്കൾ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല? 2 സർക്കാരും LDFും UDFും ഒരേപോലെ അവരുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചൊരു കാര്യമാണ്. ഇത് അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ നടപ്പാക്കുന്ന കാര്യത്തിൽ. ഞാൻ തിരിച്ചു വരാം. ശ്രീ സുന്ദരരാജൻ, NGO യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സുന്ദരരാജൻ. ശ്രീ സുന്ദരരാജൻ, സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ശമ്പള വർധനവ് സംബന്ധിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് അദ്ദേഹം പഠനം നടത്തി ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ പോകുന്നു. അത് ഒരു ഒറ്റനോട്ടത്തിൽ തന്നെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് എതിരല്ല. എന്നിട്ട് പോലും അതിനെതിരെ രാഷ്ട്രീയ നേതൃത്വം വളരെ സജീവമായി എതിരെ രംഗത്ത് വരുന്നു. എന്താണ് ജീവനക്കാർക്ക് പറയാനുള്ളത്? നിങ്ങളുടെ സേവനം ശമ്പളത്തിനനുസരിച്ച് അല്ലെങ്കിൽ അർഹിക്കുന്ന സാധാരണക്കാർ ഉപഭോക്താക്കൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സേവനം നൽകാൻ കഴിയുന്നുണ്ടോ? സംഘടനാ പ്രവർത്തനം സേവനത്തെ ഒരിക്കലും ബാധിക്കരുത് എന്ന് കൃത്യമായി നിലപാടെടുത്ത സംഘടനയാണ് കേരള NGO യൂണിയൻ. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ജോലിയിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധിക സമയമെടുത്തും അവധി ദിനങ്ങളിലും ജോലി ചെയ്ത് അത് തീർക്കണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ള സംഘടനയാണ് കേരള NGO യൂണിയൻ. ഇവിടെ ഇന്നിപ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. ജനാധിപത്യ ബോധമുള്ള ഏതൊരാൾക്കും ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ ഈ പരാമർശത്തെ അംഗീകരിക്കാൻ കഴിയില്ല. സർവീസ് സംഘടനയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ആദ്യത്തെ മുഖ്യമന്ത്രി യുഗപ്രധാനായ EMS നമ്പൂതിരിപ്പാട് അന്ന് പറഞ്ഞത് അവകാശങ്ങളും അലവൻസുകളും നേടുന്നതിനേക്കാൾ ജീവനക്കാർക്ക് പ്രധാനം അത് ചോദിക്കാനുള്ള അവകാശമാണ് എന്നുള്ളതാണ്. ആ അവകാശമാണ് സംഘടനാ സ്വാതന്ത്ര്യം. കഴിഞ്ഞ 10-60 വർഷക്കാലമായി കേരളത്തിലെ സിവിൽ സർവീസിലെ സംഘടനകൾ സിവിൽ സർവീസിനെതിരെയും അതുപോലെ തന്നെ ജീവനക്കാർക്കെതിരെയുമുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കാനും അവർക്ക് മെച്ചപ്പെട്ട വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കാനും നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും കേരളത്തിലെ സിവിൽ സർവീസിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇവിടെ അവധി ദിനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവധി ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കേരളത്തിലെ ഒരു സർവീസ് സംഘടനയും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം സർക്കാരുകളാണ് പല സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ പ്രീണനങ്ങൾക്കും വേണ്ടി അവധി ദിനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതൊന്നും ജീവനക്കാരുടെ ചെലവിൽ എഴുതിയിട്ടുന്നത് ശരിയല്ല. കേരളത്തിലെ സിവിൽ സർവീസിൽ ഇപ്പോൾ സംഘർഷങ്ങളും അതുപോലെ തന്നെ സംഘടനകളും ഇല്ലാത്ത ഒരു സിവിൽ സർവീസ് വാർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 2014 ജൂലൈ മാസം 1 മുതൽ ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരുന്നത്.
പല ഘട്ടത്തിലും ജീവനക്കാരുടെ ഇതുപോലെയുള്ള ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റുകൾ ആ ഗവൺമെന്റുകൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ശ്രീ സുന്ദരരാജൻ, ഒരു കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ജനങ്ങൾക്കുള്ള സേവനം ഒരു തരത്തിലും തടസ്സപ്പെടുന്ന രീതിയിലാവരുത് സംഘടനാ പ്രവർത്തനം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള സംഘടനയാണ് നിങ്ങളുടേതെന്ന്. തീർച്ചയായും എല്ലാ ജീവനക്കാരുടെ സംഘടനകളും ഇത് തന്നെയാണ് പറയാറ്. പക്ഷേ യാഥാർത്ഥ്യം, അനുഭവം ഇങ്ങനെയാണോ? ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല പ്രശ്നങ്ങളെ കാണേണ്ടത്. ഇവിടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് ഒരാഫീസിലും ഇതുവരെ ഇങ്ങനെ ഒരു സേവനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസുകൾ, അവിടെ ജോലിഭാരം കൊണ്ട് ജീവനക്കാർ ബുദ്ധിമുട്ടുകയാണ്. 6 മണിയും 6:30ക്കുമാണ് വനിതാ ജീവനക്കാരടക്കം അവിടെ നിന്ന് ജോലി കഴിഞ്ഞു പോകുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ രവികുമാറിലേക്ക് കൂടി പോകണം. ശ്രീ സുന്ദരരാജൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ രവികുമാർ, അദ്ദേഹം സൂചിപ്പിച്ചു വന്നത് സംസ്ഥാനത്ത് പല ഓഫീസുകളിലും ജീവനക്കാർക്ക് അമിത ജോലിഭാരമുണ്ട്. അത് ശരി തന്നെയായിരിക്കാം. അതിനായിരുന്നു പല ഘട്ടങ്ങളിലും സർക്കാർ ജീവനക്കാരുടെ പുനർവിന്യാസം സർക്കാർ ആലോചിച്ചത്. പല കമ്മീഷനുകളും അത് ശുപാർശ നൽകി. ഭരണ നവീകരണത്തിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ നടപ്പായില്ല. സർക്കാർ ജീവനക്കാർ പോലും ഇത്തരത്തിലുള്ള പരിഷ്കരണ നടപടികളോട് എതിർത്ത് നിന്നതുകൊണ്ടല്ലേ അതൊന്നും നടപ്പാകാതെ പോയത്? അത് തികച്ചും ശരിയല്ലാത്ത ഒരു കാര്യമാണ്. പുനർവിന്യാസത്തെക്കുറിച്ച് പല റിപ്പോർട്ടുകളും ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റ് സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എങ്ങനെ സിവിൽ സർവീസ് കാര്യക്ഷമമാക്കാം എന്ന് ചർച്ച ചെയ്യുക സർവീസ് സംഘടനകളുടെ പ്രഥമ കർത്തവ്യമാണ്. ഞങ്ങളുടെ യജമാനന്മാരായിട്ടുള്ള പൊതുജനങ്ങൾ നൽകുന്ന ടാക്സിൽ നിന്നാണ് ശമ്പളം പറ്റുന്നതെന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. ആ രീതിയിലേക്കുള്ള ടാക്സ്, ആ രീതിയിൽ നിന്നെടുക്കുന്ന ശമ്പളം, അത് യാതൊരു കാരണവശാലും ജോലി ചെയ്യാതെ കിട്ടുന്ന ഒന്നല്ല, അധ്വാനത്തിന്റെ വിലയാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ കൂടെ കണ്ടശയായി അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞിരിക്കുന്നതിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ജഡ്ജിയെ 6 മാസത്തേക്കാണ് കമ്മീഷൻ കാലാവധിയായി വെച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 2 വർഷമായി അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയാണോ അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് വൈകുവാൻ കാരണം? ഞങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ ഈ റിപ്പോർട്ട് വൈകിയത്? 1973 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഐക്യമുന്നണി സംവിധാനത്തിൽ സി അച്യുതമേനോനും ശ്രീ കെ കരുണാകരനും ഒക്കെ താല്പര്യമുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലത്ത് ശമ്പളം പരിഷ്കരിച്ചത് ഇത്ര വലിയ ചർച്ചയൊന്നുമില്ലായിരുന്നു. ഒരു ഉഭയകക്ഷി കരാർ അനുസരിച്ച് ശമ്പളം പരിഷ്കരിച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ ഇട്ടുകൊടുത്താൽ ഇത്ര ശതമാനം DA കൂട്ടി ആ ശമ്പളം പരിഷ്കരിക്കണം എന്നുണ്ടാകുന്നൊരു സംവിധാനമുള്ള ഈ രാജ്യത്ത് ഇപ്പോൾ ഇങ്ങനെ ജീവനക്കാരുടെ കാര്യക്ഷമതയില്ലായ്മയാണ് എല്ലാത്തിനും കാരണം എന്നും സർക്കാർ നൽകുന്ന അവധി ദിനങ്ങൾ അതിനെല്ലാം ജീവനക്കാർ തന്നെ മറുപടി പറയണം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അവധി ദിനങ്ങൾ തരണ്ട, എല്ലാം പ്രവൃത്തി ദിനങ്ങളാക്കിയാൽ മതി. എല്ലാവരും ഒരുമിച്ച് ആ രീതിയിലേക്ക് പോയാൽ സർവീസ് സംഘടനകൾ അതിനെ എതിർക്കില്ല. സർവീസ് സംഘടനകൾ ജസ്റ്റിസ് CR രാമചന്ദ്രൻ നായർ, സർവീസ് സംഘടനകൾ പറയുന്നത് അവധി ദിനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ജോലിപരമായ മറ്റു കാര്യങ്ങളിൽ അവരല്ല ഉത്തരവാദികൾ. അവധി സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നു. പല ഘട്ടങ്ങളിലായി സർക്കാർ പുതിയ അവധികൾ കൊണ്ടുവരുന്നു. ജീവനക്കാരുടെ സംഘടനകൾ അവരുടെ സേവനം പരമാവധി പൊതുസമൂഹത്തിന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് വീഴ്ച പറ്റുന്നത്? ജീവനക്കാർക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ. അവധി ദിവസങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതും ജീവനക്കാരല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിമിതമായ അവധി ദിവസങ്ങൾ മാത്രമുള്ള രാജ്യത്ത് അവധി ദിവസങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിനായിട്ട് ജോലി വിട്ട് പോകരുതെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അവർ പോകുന്നില്ലെങ്കിൽ എന്താ പ്രശ്നമായിരിക്കണേ? ഇത്രയും പ്രശ്നം അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ? ശ്രീ CN രാമചന്ദ്രൻ നായർ, തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് വീണ്ടും വരാം. ഡിഫോക്കസ് തുടരുന്നു. അഡ്വക്കേറ്റ് DB ബിനു, ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന നിലയിൽ സർക്കാർ ജീവനക്കാർ അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അത് പിടിച്ചു വാങ്ങുന്നു, ചോദിച്ചു വാങ്ങുന്നു. അതിൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ജനപ്രതിനിധികൾ, ജനങ്ങളോട് നേരിട്ട് ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഇവർ തന്നെ ഈ സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നില്ല. ഭരണ നവീകരണ നടപടികൾ നടക്കുന്നില്ല. ഉദ്യോഗസ്ഥ
പുനർവിന്യാസം നടക്കുന്നില്ല, മോണിറ്ററിംഗ് സംവിധാനം പോലും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം പോലും ബ്യൂറോക്രസിക്ക് പിന്നിലായി പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ? ഉദ്യോഗസ്ഥരെ ഭയപ്പെടുന്ന മേലുദ്യോഗസ്ഥർ, ഉദ്യോഗസ്ഥ വൃന്ദത്തെ പേടിക്കുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ബ്യൂറോക്രസി, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ ഇതുതന്നെയാണ്. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഈ സിവിൽ സർവീസിനെ ഭയപ്പെട്ട് ഭരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ കൊണ്ട് നിർത്താനുള്ള ഒരു ശക്തി, ഒരു സമ്മർദ്ദശേഷി ഇന്ന് അവർ ആർജിച്ചിരിക്കുന്നു. ഇതിനെ മറികടക്കാൻ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ഇതുതന്നെയാണ് അവസ്ഥ. ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ദരിദ്രമായ ഒരു സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ ഏതാണ്ട് 64,000 കോടി രൂപ, ഈ പറഞ്ഞ അതിൻ്റെ സിംഹഭാഗവും ഈ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും പെൻഷനും വേണ്ടി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് സംസ്ഥാനം എത്തി നിൽക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഈ ഇത്രയും ഉയർന്ന വേതനം നൽകിക്കൊണ്ട് ഇവരുടെ സേവനം എത്രമാത്രം ലഭിക്കുന്നുണ്ട്? അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ, ഓഡിറ്റ് ചെയ്യാൻ എന്ത് സംവിധാനമാണുള്ളത്? ഇവരെങ്ങനെ ജോലി ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ എന്ത് സംവിധാനമുള്ളത്? ഇവരെത്ര മണിക്ക് ഓഫീസിൽ വരുന്നു, എന്ത് ജോലി ചെയ്യുന്നു, എത്ര മണിക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത് ഫലപ്രദമായി പരിശോധിക്കുന്നുണ്ടോ? കൊച്ചി നഗരസഭയിൽ അവിടെ ഏൽപ്പിച്ച ആ പഞ്ചിങ് മെഷീൻ തന്നെ എടുത്ത് തല്ലിപ്പൊളിച്ച് കളഞ്ഞു വരും. പല പഞ്ചിങ് മെഷീൻ ഏർപ്പെടുത്തിയതിൻ്റെ പേരിൽ സമരം നടത്തിയ നേതാക്കളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇത്രമാത്രം പ്രാകൃതമായ രീതിയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന സർവീസ് സംഘടനാ നേതാക്കളിലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരും. ഇവിടെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ കമ്മീഷൻ വളരെ വിചിത്രമായ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെ പ്രവർത്തനത്തെ പരിശോധിക്കാൻ ഒരു സംവിധാനം വേണ്ടേ? സർക്കാർ കാലാകാലങ്ങളിൽ കമ്മീഷനുകൾ പുറപ്പെടുവിക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റുകയും അതിൽ പറയുന്ന സേവനം കൊടുക്കുന്നതിൽ വലിയ വൈമുഖ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന എന്ത് വൈരുദ്ധ്യമാണ്? ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? ശ്രീ രവികുമാർ, താങ്കൾ അതായത് സർവീസ് സംഘടനാ നേതാക്കളെല്ലാം തന്നെ എപ്പോഴും പറയുന്നത് സർവീസ് സംഘടനകളുടെ, സർക്കാർ ജീവനക്കാരുടെ ജനാധിപത്യപരമായ അവകാശം എന്നാണ്. തീർച്ചയായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവകാശമുണ്ട്. ജനാധിപത്യത്തിൽ പൗരന്മാർക്കും അവകാശമുണ്ട്. സേവനം ലഭിക്കുക എന്നത് പൗരൻ്റെ അവകാശമാണ്. നിങ്ങളെല്ലാ സംഘടനാ നേതാക്കളും ഞങ്ങളുടെ സംഘടന പൗരന്മാർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ കാലാനുസൃതമായി സമയബന്ധിതമായി നൽകുന്ന കാര്യത്തിൽ ജാഗരൂകരാണ് എന്ന് പറയുമ്പോഴും 90% ആളുകളും അതിനോട് വിയോജിക്കുകയാണ്. പലർക്കും അനുഭവം നേരെ മറിച്ചാണ്. ഒരു സർക്കാർ ഓഫീസിൽ കാര്യങ്ങൾ നടക്കുന്നത് എത്രത്തോളം വേഗതയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. ഇത്തരമൊരു അവസ്ഥയിൽ പൗരസമൂഹത്തിന് തന്നെ, പൊതുജനത്തിന് തന്നെ ഈ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ നിങ്ങളുടെ അവകാശങ്ങൾ പോലും ചോദിച്ചു വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതിലേക്കാണോ കേരളത്തിൻ്റെ ബ്യൂറോക്രസി, കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം പോകുന്നത്? കേരളത്തിൽ ബ്യൂറോക്രസിക്ക് ഇത്രയും വലിയ ഒരു കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഈ ബ്യൂറോക്രസിയുടെയൊക്കെ ചെറിയ ചെറിയ തൊഴിലുകൾ എടുക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ബ്യൂറോക്രസി അത്ര വലിയ നിയന്ത്രണം കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ചെലുത്തുവാൻ കഴിയില്ല. കാരണം കേരളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു സംസ്ഥാനമാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള പൊതുജന സമൂഹമുള്ള ഒരു സംസ്ഥാനമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ പബ്ലിക് സ്കൂളുകൾ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്കൂളുകൾ. KSRTCയുടെ ബസ് ഓടുന്നത് ലാഭം നോക്കി ഓടിക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല. സാധാരണ ഒരു യാത്രക്കാരനെ പ്രൈവറ്റ് കമ്പനിക്കാണ് എങ്കിൽ അയാൾ ആ ബസ് സർവീസ് നടത്തില്ല. KSRTCയിൽ 2 ആളുകളെ കൊണ്ടുവരെ സർവീസ് നടത്തുന്ന ബസ്സുകളെ രാത്രികാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ അതുപോലെ പൊതുജനാരോഗ്യത്തിനെ സംബന്ധിച്ച് അതിനുവേണ്ടി ചെലവാക്കുന്ന തുക, പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്ന തുക, ഈ രീതിയിൽ ആളുകൾക്ക് യൂട്ടിലിറ്റീസ് എത്തിക്കുന്നതിന് വേണ്ടി ചെലവാക്കുന്ന തുക, അതെല്ലാം നഷ്ടമാണ് എന്ന് ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു സംസ്ഥാനത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? തീർച്ചയായും പക്ഷേ സർക്കാർ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ സേവന മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഗുണഭോക്താക്കൾ ആരാണ്? അത് ഉദ്ദേശിച്ച തലങ്ങളിൽ എത്തുന്നുണ്ടോ? കാര്യക്ഷമമായ വേഗതയിൽ എത്തുന്നുണ്ടോ? ഉദ്ദേശിച്ച സമയത്തെത്തുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണം.
പരിശോധിക്കണമെന്ന് മാത്രമല്ല, ഇപ്പോ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സിവിൽ സർവീസിൽ പൗരന്റെ കടമ വളരെ വലുതാണ്. അതുപോലെ അവർക്ക് കിട്ടേണ്ട സേവനത്തിന്റെ കടമ അവർക്ക് കിട്ടേണ്ടതാണ്. അയാൾ കൊടുക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒരു ആവലാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. റാന്നി പെരിനാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു അയ്യപ്പ ഭക്തൻ മരിക്കുന്നു. എവിടെ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിയമത്തിന്റെ ആ ചട്ടങ്ങളിൽ കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുന്നു. ഒരു വ്യക്തി എവിടെ കിടന്ന് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം എവിടെ നടത്തുന്നുവോ ആ പഞ്ചായത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പറയുന്നു. അത് ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി മനസ്സിലാക്കുവാൻ ഇറങ്ങിയുണ്ട്. അതിനെയാണ് വില്ലേജ് ഓഫീസറുടെ അധികാരത്തിലേക്ക് മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് അധികാരങ്ങൾ. സുന്ദരരാമനിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിഥികളിലേക്ക് വരാം. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ സുന്ദരരാജൻ, രവികുമാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു നിന്ന് തുടങ്ങാം. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യം ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് 10,000-കണക്കിന് ആളുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഓരോ ജില്ലയിലും 10,000-ങ്ങളാണ് എത്തിയത്. 10,000-കണക്കിന് അപേക്ഷകൾ വരുന്നു. അതിൽ നിന്ന് തന്നെ അവ പരിശോധിച്ച് വളരെ ചുരുക്കം ആളുകളെ മുഖ്യമന്ത്രി കാണുന്നു. അവർക്ക് വേണ്ട പരിഹാരങ്ങൾ, അവരുടെ പരാതിക്ക് പരിഹാരം കാണുന്നു. ശരിക്കും നമ്മുടെ ബ്യൂറോക്രസി, നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യക്ഷമമാണ്, ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കേരളത്തിലെ സിവിൽ സർവീസിൻ്റെ സേവനം സംബന്ധിച്ചുമായിട്ടുള്ള മോശമായ അവസ്ഥകളുണ്ടായതല്ല. അതൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി വന്നതാണ്. മുഖ്യമന്ത്രി ജില്ലകൾ തോറും ആളുകളെ വിളിച്ചുകൂട്ടി ആനുകൂല്യങ്ങൾ നൽകുന്നുള്ള പബ്ലിസിറ്റി അതിൽ ആളുകൾ കൂടിയിട്ടുണ്ടാകും. പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ കൈകാര്യം ചെയ്തത്. ഇവിടെ അതല്ല പ്രശ്നം. കേരളത്തിലെ സിവിൽ സർവീസ് ജോലി ചെയ്യുന്ന ജീവനക്കാരെ ജനശത്രുക്കളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2001-2002 കാലഘട്ടത്തിൽ ഇതുപോലെ അന്ന് ജീവനക്കാരുടെ സേവന വേതന ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് തട്ടിയെടുത്തപ്പോൾ അന്ന് അതിന് ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ ഭരണാധികാരികൾ പറഞ്ഞിരുന്നത് കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും അമിതമായി വേതനം പറ്റുന്നവരാണ്, അവർ സേവനം ചെയ്യാത്തവരാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴും അതാണ് പറയുന്നത്. 5 വർഷം കൂടുമ്പോഴുള്ള ന്യായമായി ലഭിക്കേണ്ടുന്ന ഒരു കൂലി വർധനവ് മറ്റെല്ലാ മേഖലയിലുമുള്ളതുപോലെ കേരളത്തിലെ ജീവനക്കാർക്കും ലഭിക്കാൻ അർഹതയുണ്ട്. അത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നൽകാനുള്ള തീരുമാനം വരുമ്പോൾ വ്യാപകമായ രീതിയിൽ ഇത്തരം പ്രചരണം വരികയാണ്. ശ്രീ സുന്ദരരാജൻ, ശമ്പള വർധനവിന്റെ കാര്യമല്ല വിഷയം. ജീവനക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളം ലഭിക്കണം. അതിനാനുപാതികമായി സേവനത്തിൻ്റെ ഗുണമേന്മയും മെച്ചപ്പെടണം. സേവനങ്ങൾ വേഗത്തിലാകണം. ശമ്പളം വേഗത്തിൽ മുകളിലോട്ട് പോകുന്നു, സേവനത്തിൻ്റെ വേഗത വളരെ പിന്നോട്ട് പോകുന്നു. ഇതാണ് പ്രശ്നം. സേവനത്തിൻ്റെ വേഗത കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. കേരളത്തിലെ സിവിൽ സർവീസിലെ ചട്ടങ്ങളും അതുപോലെ തന്നെ എഫക്റ്റീവായുള്ള സൂപ്പർവിഷൻ ആവശ്യമാണ്. ഞങ്ങൾ കാലാകാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ കേരളത്തിലെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മെച്ചപ്പെട്ട സേവനം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറി. അന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കേരളത്തിലെ ട്രഷറിയിലെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സോഷ്യൽ ഓഡിറ്റ് നടത്തിക്കൊണ്ട്, കേരളത്തിലെ നിക്ഷേപങ്ങൾ ട്രഷറിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കേരളത്തിലെ സെയിൽ ടാക്സിൽ വാളയാർ മിഷൻ പോലെയുള്ള അഴിമതിരഹിതമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ, മിടുക്കരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ജീവനക്കാരെ വെച്ചുകൊണ്ടുള്ള സംവിധാനമുണ്ടാക്കി അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നു. അപ്പം അങ്ങനെ ഗവൺമെൻറ്റുകൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ സേവന മേഖല മെച്ചപ്പെട്ടതാകാൻ കഴിയും. അതിന് എല്ലാവരും ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് DB ബിനു, സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണോ പ്രശ്നം? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. സർക്കാരിൻ്റെ സേവനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഈ സർവീസ് സംഘടനകൾ ഒന്നും ചെയ്യുന്നില്ല. അതിന് തയ്യാറാകാത്ത ഉദ്യോഗസ്ഥന്മാരെ അവരുടെ അംഗങ്ങളായി സംരക്ഷിക്കാൻ എന്തുകൊണ്ട് അവർ ശ്രമിക്കുന്നു? കൊല്ലം ജില്ലയിലെ ആമിനാത്ത് എന്നു പേരുള്ള ഒരു താൽക്കാലിക ജീവനക്കാരിയായ ഒരു ഫാർമസിസ്റ്റ്, അവരുടെ സ്ഥിരം നിയമനം ലഭിക്കാൻ വേണ്ടി അന്ന് ബേബി ജോൺ എന്ന മന്ത്രി അതിൽ ഉത്തരവിട്ടതാണ്. 15 വർഷങ്ങൾക്ക് ശേഷവും ആ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു ബേബി ജോൺ ആ ഫയൽ കാണുകയും ഉത്തരവിടുകയും ചെയ്തു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞാനിത് ചോദിച്ചപ്പോൾ
1500 പേജുകളുണ്ട്. അതായത് ഒരൊറ്റ A4 വലിപ്പത്തിലുള്ള ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു നിവേദനത്തിൽ നിന്ന് തുടങ്ങി 1500 പേജായി വർദ്ധിപ്പിച്ചത് നമ്മുടെ ബ്യൂറോക്രസിയിലെ ഈ സംവിധാനമാണ്. അവരുടെ നഷ്ടപ്പെട്ടു പോയ 15 വർഷത്തിന് എന്ത് മറുപടി പറയും? ഇവരുടെ ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കപ്പെടുന്നില്ല. നേരത്തെ ഇവിടെ പറഞ്ഞു കാര്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥരെ കൂടുതൽ ജാഗ്രത ഉള്ളവരാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു സിവിൽ സർവീസും അതുപോലെ തന്നെ സേവനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാരും ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഡിഫോക്കസ് ഇവിടെ അവസാനിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് DB ബിനു, ഒപ്പം സുന്ദരരാജൻ, രവികുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം.